ഓം ശാന്തി. ഇത് ബാബ 2-4-72 ഉച്ചരിച്ച മഹാവാക്യങ്ങളാണ്. ബാബ നമുക്ക് ഇത്രയും ശ്രേഷ്ഠമായ ജ്ഞാനം ബാബയ്ക്ക് സമാനമായിട്ട് മാറുന്നതിന് വേണ്ടി വളരെ വർഷങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ലോകത്തിലെ മറ്റു സഹോദരാത്മാക്കൾക്കും മനസ്സിലാക്കി കൊടുക്കുവാൻ യഥാശക്തി എല്ലാവരും ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ ശരിക്കും നമുക്ക് ഇത്രയും ശ്രേഷ്ഠമായ ജ്ഞാനമാണ് ലഭിച്ചത്. പക്ഷെ എന്നിട്ടും നമ്മളിലെ ഒരു വലിയ പോരായ്മ കാരണം നമ്മൾ ഇത്രയും ശ്രേഷ്ഠമായ ജ്ഞാനത്തെ ലോകത്തിന് നൽകിയിട്ടും അതിന്റെ സഫലത നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല. അതിന്റെ കാരണങ്ങൾ ബാബ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് ആണ്. ബാബ 3 തരത്തിലുള്ള സന്തുഷ്ടതയെ കുറിച്ച് പറയുന്നുണ്ട്. സ്വയത്തോടുള്ള സന്തുഷ്ടത, പിന്നെ ബാബയുടെ സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പരിവാരത്തിന്റെ സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമുക്ക് നമ്മളിലും അല്ലെങ്കിൽ ബാബയിലും സന്തുഷ്ടതയുണ്ട്, അല്ലെങ്കിൽ ബാബയ്ക്ക് നമ്മളോട് സന്തുഷ്ടതയുണ്ട്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാം. നമുക്ക് ബാബയെ പ്രതി സ്നേഹമുണ്ട്, നമ്മളോട് സ്നേഹമുണ്ട്. പക്ഷെ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം നിൽക്കുന്നത് പരിവാരത്തിലെ ഓരോ ആത്മാക്കളുടെയും പ്രതികരണങ്ങൾ നമ്മൾ കാണുമ്പോഴാണ്. ബാക്കി എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലും പരിവാരത്തിലെ ഓരോ ആത്മാക്കളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അസന്തുഷ്ടമായി പോകുന്നു. യോഗം ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ശക്തി അനുഭവിക്കുന്നുണ്ട്, നമുക്ക് ബാബയിൽ നിശ്ചയമുണ്ട്. ഇതെല്ലാം ആണെങ്കിലും പരിവാരത്തിൽ വരുന്ന ചില സാഹചര്യങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന അസന്തുഷ്ടത അല്ലെങ്കിൽ അസ്വസ്ഥത നമ്മുടെ എല്ലാ മേഖലകളിലും ഒരു അസന്തുഷ്ടത നിലനിൽക്കാൻ കാരണമാകുന്നു. വാസ്തവത്തിൽ ഈ ഒരു കുറവ് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉള്ളൂ എന്ന് പറയാം. ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് വളരെ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ പരിവാരത്തോട് സഹകരിച്ചു പോകുന്ന കാര്യത്തിൽ, പൂർണ്ണമായും സന്തുഷ്ടതയോടുകൂടി സഹകരിച്ചു പോകുന്ന കാര്യത്തിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഈ ബുദ്ധിമുട്ടിനെ ഒഴിവാക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ബാബ ഈ വാണിയിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ പൂർണ്ണ ശ്രദ്ധ വെച്ച് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്താണോ, ബാബയ്ക്ക് സമാനമായിട്ട് മാറുന്നതിനുള്ള നമ്മുടെ പുരുഷാർത്ഥത്തിലെ ഏറ്റവും മുഖ്യമായ തടസ്സം എന്താണോ, ആ തടസ്സം നീക്കുവാൻ നമ്മൾ പൂർണ്ണ ശ്രദ്ധ കൊടുത്താൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ തരണം ചെയ്ത് പോകുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ബാബ നമുക്ക് ഇപ്പോൾ നൽകുന്ന ഈ മഹാവാക്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കുകയും അത് വളരെ ശ്രദ്ധാപൂർവം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരുവാനുള്ള പരിശ്രമം കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ബാബ പറയുന്നത് ഇതാണ്: कोई से भी पूछो कि आप अपने आप से संतुष्ट, अपने पुरुषार्थ से, अपनी सर्विस से व अपने ब्राह्मण परिवार के संपर्क से संतुष्ट हो तो सोचते ही. ബാബ പറയുകയാണ്, ആരോടെങ്കിലും ഇങ്ങനെ ചോദിക്കുകയാണ്, അതായത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സന്തുഷ്ടതയുണ്ടോ, സ്വന്തം പുരുഷാർത്ഥത്തോടും സ്വന്തം സേവയോട്, അതേപോലെ തന്റെ ബ്രാഹ്മണ പരിവാരത്തിന്റെ സമ്പർക്കത്തോട് സന്തുഷ്ടതയുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ബാബ പറയാണ്, പലരും ചിന്തിച്ചു പോകാറുണ്ട്. ഭലേ ഹാം കർത്തേ ഭീ ഹി ലേക്കിൻ സോച്ച് കർ കർത്തേ ഹി. അപ്പൊ അവർ ഉത്തരം പറയും, ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞാൽ പോലും
ഒന്ന് ചിന്തിച്ചിട്ടാണ് പറയുന്നത്. ഫലക്സേ നഹി കേൾത്തെ, വളരെ ലഹരിയോടെ, ആനന്ദത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ സന്തുഷ്ടതയുണ്ട് എന്ന് പറയാറില്ല. ചിന്ത വരികയാണ്. अपने पुरुषार्थ में, सर्विस में और संपर्क में, तीनों में ही सर्व आत्माओं के द्वारा संतुष्टता का सर्टिफिकेट मिलना चाहिए. അവ പറയുകയാണ്, സ്വന്തം പുരുഷാർത്ഥത്തിലും സ്വന്തം സർവീസിലും അതേപോലെ തന്നെ സമ്പർക്കത്തിലും ഈ 3 കാര്യങ്ങളിലും സർവാത്മാക്കളിൽ നിന്നും സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റ് കോയി കാഗസ് പർ ലിഖത് നഹി മിലേഗ. സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു പേപ്പറിൽ എഴുതി ലഭിക്കുന്നതല്ല. ലേക്കിൻ ഹരേക്ക് ദ്വാര അനുഭവ ഹോഗ. അതിന് മറിച്ച് ഓരോരുത്തരിലും നിന്നും ആ തരത്തിലുള്ള സന്തുഷ്ടതയുടെ അനുഭവത്തിന്റെ സർട്ടിഫിക്കറ്റ് അതാണ് ലഭിക്കേണ്ടത്. ऐसे सर्व आत्माओं के संपर्क में अपने को संतुष्ट रखना व सर्व को संतुष्ट करना, इसी में ही जो विजयी बनते हैं वही അഷ്ടദേവത വിജയീ രത്ന ബന്ധേഹി. ബാബ പറയുകയാണ്, ഇങ്ങനെ സർവ ആത്മാക്കളിൽ നിന്നും സർവ ആത്മാക്കളുമായിട്ടും സമ്പർക്കത്തിൽ നമ്മൾ വരുമ്പോൾ അവരവർക്ക് സന്തുഷ്ടത അനുഭവപ്പെടണം. അല്ലെങ്കിൽ സർവരെയും സന്തുഷ്ടരാക്കാൻ സാധിക്കണം. അതായത് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുമ്പോൾ, സമ്പർക്കത്തിൽ വരുമ്പോൾ നമ്മൾക്ക് സന്തുഷ്ടതയുണ്ടാകണം, അനുഭവപ്പെടണം. നമ്മൾ കാരണം മറ്റുള്ളവർക്കും സന്തുഷ്ടത ഉണ്ടാകണം. ബാബ പറയാണ്, ഇതിൽ തന്നെയാണ് നമ്മൾ വിജയിയായിട്ട് മാറുന്നത്. ഈ ഒരൊറ്റ കാര്യത്തിലാണ് നമ്മുടെ വിജയി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ തന്നെയാണ് അഷ്ടദേവത വിജയീ രത്നമായി മാറുന്നത്. दो बातों में ठीक हो जाते हैं, बाकी जो यह तीसरी बात है उसमें യഥാശക്തി और നമ്പർവാർ है. അപ്പം സ്വയത്തോടുള്ള സന്തുഷ്ടതയുടെ കാര്യത്തിലും അല്ലെങ്കിൽ സേവനത്തോടുള്ള സന്തുഷ്ടതയുടെ കാര്യത്തിലും അതല്ലെങ്കിൽ ബാബയുമായിട്ടുള്ള സന്തുഷ്ടതയുടെ കാര്യത്തിലുമൊക്കെ നമ്മൾ ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഈ പരിവാരത്തോടുള്ള സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് ആ കാര്യത്തിൽ കുട്ടികൾ യഥാശക്തിയാണ്, നമ്പർവാറാണ്. है तो सभी बातों में नंबरवार, लेकिन इस बात में ज्यादा है. ബാബ പറയുന്നു, എല്ലാ കാര്യങ്ങളിലും കുട്ടികൾ നമ്പർ വൈസ് ആണ്. പക്ഷെ എന്നാലും ഈ സമ്പർക്കത്തിൽ വരുന്ന കാര്യത്തിൽ, പരിവാരത്തോട് സമ്പർക്കത്തിൽ വരുന്ന കാര്യത്തിൽ കുറച്ച് കൂടുതൽ വ്യത്യാസം കാണുന്നുണ്ട്. അത് तीनों में संतुष्ट नहीं तो श्रेष्ठ व अष्टरत्नों में नहीं आ सकते. ഈ 3 സർട്ടിഫിക്കറ്റും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ, 3 കാര്യങ്ങളിലുള്ള സന്തുഷ്ടതയും ഉണ്ടാകുന്നില്ല എങ്കിൽ, സ്വയത്തില്, ബാബയില്, പരിവാരത്തിൽ 3 സന്തുഷ്ടതയും ഉണ്ടാകുന്നില്ല എങ്കിൽ ശ്രേഷ്ഠരാകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അഷ്ടരത്നങ്ങളുടെ പട്ടികയിലേക്ക് വരുവാൻ സാധിക്കില്ല. പാസ് വിത്ത് ഓണർ बनने के लिए सर्व द्वारा സന്തുഷ്ടത കാ പാസ്പോർട്ട് മിൽനാ ചാഹി. ബാബ പറയാണ്, പാസ് വിത്ത് ഓണറായി മാറുന്നതിന് സർവരിൽ നിന്നും സന്തുഷ്ടതയുടെ പാസ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. സമ്പർക്ക് കി ബാത് മേ കമി പട് ജാത്തി ഹെ. സമ്പർക്കത്തിലേക്ക് വരുമ്പോ, ആ സമ്പർക്കത്തിൽ വരുന്ന കാര്യത്തിൽ ഇവിടെ സന്തുഷ്ടതയുടെ കുറവ് കാണപ്പെടുന്നുണ്ട്. संपर्क में संतुष्ट रहने और संतुष्ट करने की बात में पास होने के लिए मुख्य कौन सी बात होनी चाहिए? ബാബ ചോദിക്കുന്നു, സമ്പർക്കത്തിൽ, പരിവാരവുമായിട്ടുള്ള സമ്പർക്കത്തിൽ സന്തുഷ്ടമായിട്ട് ജീവിക്കുവാനും മറ്റുള്ളവരെ സന്തുഷ്ടരാക്കുകയും ചെയ്യുവാൻ, സ്വയം സന്തുഷ്ടരായിട്ട് ജീവിക്കണം, മറ്റുള്ളവരെയും സന്തുഷ്ടരാക്കണം. ഈ കാര്യത്തിൽ
പാസ്സാകുന്നതിന് മുഖ്യമായും ഏത് കാര്യമാണ് കുട്ടികളിൽ ഉണ്ടായിരിക്കേണ്ടത്? അനുഭവ के आधार से देखो संपर्क में असंतुष्ट क्यों होते हैं? ബാബ ചോദിക്കണം, അനുഭവത്തിന്റെ ആധാരത്തിലൂടെ നിങ്ങളൊന്ന് നോക്കൂ, സമ്പർക്കത്തിൽ വരുമ്പോൾ, പരിവാരവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് असंतुष्टരാകുന്നത്? सर्व को संतुष्ट करने के लिए व अपने संपर्क को संतुष्ट करने के लिए व अपने संपर्क को श्रेष्ठ बनाने के लिए मुख्य बात अपने में सहन करने की व समाने की शक्ति होनी चाहिए. ബാബ പറയുകയാണ്, സർവരെയും സന്തുഷ്ടരാക്കുന്നതിനും തന്റെ സമ്പർക്കത്തിൽ വരുമ്പോ, മറ്റുള്ളവരുമായിട്ട് താൻ സമ്പർക്കത്തിൽ വരുമ്പോ നമുക്ക് സന്തുഷ്ടത ഉണ്ടാകുന്നതിനും നമ്മുടെ സമ്പർക്കത്തിൽ വരുന്നവരെ ശ്രേഷ്ഠരാക്കി മാറ്റുന്നതിനും മുഖ്യമായിട്ടും ഉണ്ടായിരിക്കേണ്ട കാര്യം ഓരോ കുട്ടികളിലും സഹനശക്തിയും ഉൾക്കൊള്ളുവാനുള്ള ശക്തിയും ഉണ്ടായിരിക്കണം. असंतुष्टता का कारण यह होता है जो कोई की वाणी व संस्कार व कर्म देखते हो वो अपने विवेक से यथार्थ नहीं लगता है, इसी कारण ऐसा बोल व कर्म हो जाता है जिससे दूसरी आत्मा असंतुष्ट हो जाती है. तो ബാബ നമുക്ക് വളരെ വ്യക്തമായിട്ട് ജ്ഞാനം നൽകുന്നുണ്ട്. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് പാടുള്ളത്, എന്താണ് പാടില്ലാത്തത്. ഇതെല്ലാം ബാബ വളരെ സ്പഷ്ടമായിട്ട് തരുന്നത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ സംഭവിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചും വളരെ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ബാബ പറയുകയാണ്, അസന്തുഷ്ടതയുടെ കാരണം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ആരുടെയെങ്കിലും വാക്കുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സംസ്കാരം കാണുമ്പോൾ, അല്ലെങ്കിൽ കർമ്മങ്ങൾ കാണുമ്പോൾ അത് നമുക്ക് ബാബയുടെ ജ്ഞാനം വെച്ച് വിവേകം കൊണ്ട് യഥാർത്ഥമല്ല, ചെയ്യാൻ പാടുള്ളതല്ല, അല്ലെങ്കിൽ പറയാൻ പാടുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ മനസ്സിലാകുന്നത് കൊണ്ട് അത്തരം വാക്കുകൾ, കർമ്മങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരോട് ഒരു അതൃപ്തി വരികയാണ്, അല്ലെങ്കിൽ അവരുടെ വാക്കുകളും കർമ്മങ്ങളും നമ്മളെ അസ്വസ്ഥരാക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള അസ്വസ്ഥത നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ പ്രതികരണവും അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും. ജിസസെ ദൂസരി ആത്മാ അസന്തുഷ്ട ഹോ ജാതി ഹെ. അപ്പോ നമ്മളുടെ ആ പ്രതികരണം, അസ്വസ്ഥതയോട് കൂടിയിട്ടുള്ള നമ്മളുടെ പ്രതികരണം കാണുമ്പോൾ മറ്റാത്മാക്കളും അസന്തുഷ്ടരാകുന്നു. कोई का भी कोई संस्कार व शब्द व कर्म देख आप समझते हो यह यथार्थ नहीं है व नहीं होना चाहिए. ആരുടെയെങ്കിലും ഏതെങ്കിലും സംസ്കാരം കണ്ടോ, വാക്കുകൾ കേട്ടോ, കർമ്മങ്ങൾ കണ്ടോ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇത് യഥാർത്ഥമല്ല, ഇത് ചെയ്യാൻ പാടുള്ളതല്ല, ഇത് തെറ്റാണ്, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. फिर भी अगर उस समय समाने की व सहन करने की शक्तियां धारण करो तो आपकी सहन शक्ति व समाने की शक्ति ऑटोमेटिकली उसको अपने अयथार्थ चलन का साक्षात्कार कराएगी. അപ്പൊ ബാബ പറയാണ്, നമ്മുടെ പരിവാരവുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോൾ ആരുടെയെങ്കിലും സംസ്കാരമോ വാക്കുകളോ കർമ്മങ്ങളോ കണ്ടിട്ട് നമുക്ക് ചിന്ത വരികയാണ്, നമ്മൾ മനസ്സിലാക്കുകയാണ് ഇത് ശരിയല്ല, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ബാബ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാലും ആ സമയത്ത് ഉൾക്കൊള്ളുവാനുള്ള ശക്തിയും അതല്ലെങ്കിൽ സഹനശക്തിയും നിങ്ങൾ ധാരണ ചെയ്യുകയാണെങ്കിൽ, അതിനെ ഉൾക്കൊള്ളുകയാണെങ്കിൽ, സഹിക്കുകയാണെങ്കിൽ ബാബ പറയുകയാണ്, നിങ്ങളുടെ ആ സഹനശക്തി, ആ ഉൾക്കൊള്ളാനുള്ള ശക്തി ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ കർമ്മം ചെയ്തവരെ അല്ലെങ്കിൽ ആ വാക്ക് പറഞ്ഞവർക്ക് അവരുടെ കർമ്മം തെറ്റാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാകും.
അതിന്റെ സാക്ഷാത്കാരം ഉണ്ടാകും. അവർ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ അവർ ചെയ്ത കർമ്മം ശരിയായില്ല എന്ന് അവർക്ക് തന്നെ സ്വയം തോന്നും, സ്വയം തിരിച്ചറിവുണ്ടാകും. ബാബ പറയുകയാണ്, അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒരു വ്യക്തിക്ക് അവർ ചെയ്യുന്ന കർമ്മം തെറ്റാണെന്ന് ഫീല് ചെയ്യാൻ അല്ലെങ്കിൽ തെറ്റാണെന്നുള്ള ഒരു അനുഭവം ഉണ്ടാകാൻ ബാബ പറയുന്നത് നമ്മളോട് അവരുടെ കർമ്മം കാണുമ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സഹിച്ചാൽ, നമ്മൾ അത് ഉൾക്കൊണ്ടാൽ, നമ്മളുടെ ആ സഹനശക്തി അല്ലെങ്കിൽ ആ ഉൾക്കൊള്ളുന്നതിന്റെ ശക്തിയിൽ നിന്നും പോകുന്ന വൈബ്രേഷൻ അവർക്ക്, ആ തെറ്റ് ചെയ്തവർക്ക് അവരുടെ കർമ്മം തെറ്റാണെന്ന് സ്വയം അനുഭവപ്പെടും. ലേക്കിൻ ഹോത്താ ക്യാ ഹേ, ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത്. പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? വാണി ദ്വാര व नयन चैन द्वारा उसको महसूस कराने व साक्षात्कार कराने के लिए आप लोग भी अपने संस्कारों के वश हो जाते हैं. യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് സ്വയം തോന്നലാ വേണ്ടത്, സ്വയം തിരിച്ചറിവാണ് വേണ്ടത്, താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. അങ്ങനെ അവർക്ക് തോന്നണമെങ്കിൽ നമുക്ക് സഹനശക്തിയും ഉൾക്കൊള്ളുവാനുള്ള ശക്തിയും ഉണ്ടായിരിക്കണം. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നതിന് പകരം ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്: മറ്റൊരാൾ യഥാർത്ഥമല്ലാത്ത കർമ്മം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശരിയല്ലാത്ത വാക്കുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ വാക്കുകളിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ നോട്ടത്തിൽ കൂടി അവർക്ക് അവർ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ അവർ ചെയ്തത് അല്ലെങ്കിൽ അവർ പറഞ്ഞത് തെറ്റാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ദേഹാഭിമാനത്തിന്റെ സംസ്കാരങ്ങൾക്ക് വശപ്പെട്ടു പോകുന്നു. ഇസ് കാരണം ന സ്വയം സന്തുഷ്ട ന ദൂസരാ സന്തുഷ്ട ഹോത്താ ഹെ. അപ്പൊ നമ്മൾ നമ്മുടെ ദേഹാഭിമാനത്തിന് വശപ്പെട്ടിട്ട് മറ്റുള്ളവർക്ക് കറക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ സ്വയം സന്തുഷ്ടരാകുന്നില്ല, മറ്റുള്ളവരും സന്തുഷ്ടരാകുന്നില്ല. ഉസി സമയം अगर समाने की शक्ति हो तो उसके आधार से व सहन करने की शक्ति के आधार से उनके कर्म व संस्कार को थोड़े समय के लिए अवॉइड कर लो. ബാബ പറയുകയാണ്, എന്നാൽ നിങ്ങൾ ഈ കറക്ഷൻ കൊടുക്കുന്നതിന് പകരം ദേഹാഭിമാനത്തിന്റെ സംസ്കാരത്തിൽ വന്നിട്ട് അവർക്ക് വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നോട്ടം കൊണ്ടോ കറക്ഷൻ കൊടുക്കുന്നതിന് പകരം, അവരെ തിരുത്തുന്നതിന് പകരം ആ സമയത്ത് നിങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ശക്തിയുടെ ആധാരത്തിലൂടെ അല്ലെങ്കിൽ സഹനശക്തിയുടെ ആധാരത്തിലൂടെ അവരുടെ കർമ്മത്തെ അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തെ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ അവഗണിക്കും. അവർ ചെയ്ത കർമ്മത്തെ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ അങ്ങ് അവഗണിക്കൂ, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കൂ. तो आपकी सहन शक्ति व समाने की शक्ति उस आत्मा के ऊपर संतुष्टता का बाण लगा सकती है. അപ്പോ ബാബ പറയുന്ന ഇതാണ്, മറ്റുള്ളവരുടെ പരിവാരത്തിൽ നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോൾ മറ്റുള്ളവരുടെ തെറ്റായിട്ടുള്ള വാക്കുകൾ, പ്രതികരണങ്ങൾ, പ്രവർത്തികൾ നമ്മൾ കാണുമ്പോൾ അതിനെ നമ്മൾ കുറച്ച് സമയത്തേക്ക് അവഗണിക്കുക, അതായത് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നമ്മൾ ആ സമയത്ത് സഹനശക്തി അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ള ശക്തി ധാരണ ചെയ്തിട്ട് അവരുടെ കർമ്മത്തെ നമ്മൾ അവഗണിച്ചാൽ, അതായത് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാതെ ഇരുന്നാൽ, അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ആ ആത്മാവിനെ പ്രതി നമുക്ക് സന്തുഷ്ടതയുണ്ടാകും. കാരണം നമ്മൾ അവരുടെ പ്രവർത്തികളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് അവരെ പ്രതി സന്തുഷ്ടതയുണ്ടാകും. യഹ് ന ഹോനെ കാരൻ അസന്തുഷ്ടത ഹോത്തി ഹെ. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നില്ല. നമ്മൾ അവരുടെ തെറ്റായ കർമ്മത്തെ കാണുകയും ചെയ്യുന്നു, തെറ്റായ കർമ്മത്തെ കുറിച്ചുള്ള ചിന്തയും നമുക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് തിരുത്താനും പോകുന്നു. ബാബ പറയുകയാണ്, നിങ്ങൾ അവരുടെ കർമ്മത്തെ, തെറ്റായ കർമ്മത്തെ അവഗണിക്കും. അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തുഷ്ടമായിട്ടിരിക്കാൻ കഴിയും. നിങ്ങൾ സന്തുഷ്ടത അവർക്ക് നൽകുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്ന് സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. तो सभी के संपर्क में सर्व को संतुष्ट करने व संतुष्ट रहने के लिए यह दो गुण व दो शक्तियां बहुत आवश्यक है. അതുകൊണ്ട് എല്ലാവരുമായിട്ടുള്ള സമ്പർക്കത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സർവരെയും സന്തുഷ്ടരാക്കുന്നതിനും
സ്വയം സന്തുഷ്ടരായി ഇരിക്കുന്നതിനും ഈ രണ്ട് ഗുണങ്ങൾ, അതായത് ഈ രണ്ട് ശക്തികൾ നമുക്ക് ആവശ്യമാണ്. ഉൾക്കൊള്ളാനുള്ള ശക്തിയും സഹനശക്തിയും. इससे ही आपके गुण गायन होंगे. ഈ രണ്ട് ശക്തികളുടെ ആധാരത്തിൽ കുട്ടികളുടെ മഹിമ പാടപ്പെടും, ഗുണഗാനം ഉണ്ടാകും. ഭലെ ഉസി സമയ വിജയ് നഹി ദിഖായി ദേഗി, ഹാർ ദിഖായി ദേഗി. ബാബ പറയുന്നത് ഒരു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജയിക്കുകയുണ്ടാവില്ല. മീൻസ് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ വിജയമല്ല, നിങ്ങളുടെ തോൽവിയായിരിക്കും ഉണ്ടാവുക. മറ്റൊരാൾ തെറ്റ് ചെയ്യുന്നു, ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്നു, നമ്മൾ അതിനോടൊന്നും പ്രതികരിക്കാതെ നമ്മൾ ശാന്തമായിട്ട് സഹനശക്തിയും ഉൾക്കൊള്ളാനുള്ള ശക്തി ഉപയോഗിച്ച് നമ്മൾ ശാന്തമായിട്ട് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള ഇത് കാണുന്ന ആൾക്കാർ വിചാരിച്ചേക്കാം നമ്മൾ തോറ്റു, അല്ലെങ്കിൽ നമ്മൾ ഭയന്നിരിക്കുകയാണ്, പേടിച്ചിട്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചേക്കാം, നമ്മൾ തോറ്റു എന്ന് കരുതിയേക്കാം. ലേക്കിൻ उसी समय की हार अनेक जन्मों के लिए आपके गले में हार डालेगी. പക്ഷെ ബാബ പറയണോ, ആ സമയത്ത് എല്ലാവരും തോറ്റു എന്ന് നമ്മളോട് പറയുന്നു അല്ലെങ്കിൽ കരുതുന്നു. പക്ഷെ ആ സമയത്തുള്ള തോൽവി ഉണ്ടല്ലോ, നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്ന ആ ഒരവസ്ഥ, ആ തോൽവി അനേക ജന്മങ്ങളിൽ നമ്മളുടെ കഴുത്തിലെ മാലയായിട്ട്, ഹാരമായിട്ട് മാറും. അതായത് ഇപ്പോൾ നമ്മൾ ഇതുപോലെ പരിവാരത്തിൽ വരുമ്പോൾ തോറ്റാൽ തീർച്ചയായിട്ടും അനേക ജന്മങ്ങളിൽ നമ്മളുടെ കഴുത്തിൽ വിജയത്തിന്റെ മാല വീഴുക തന്നെ ചെയ്യും. इसलिए ऐसी हार को भी जीत मानना चाहिए. അതുകൊണ്ട് ഇങ്ങനെയുള്ള തോൽവികളെയും വിജയമായി അംഗീകരിക്കണം. കാരണം അവിടെ നമ്മൾ ദേഹാഭിമാനത്തിന് വശപ്പെട്ടു പോയില്ല, ദേഹാഭിമാനത്തിന് വശപ്പെട്ട് നമ്മൾ പ്രതികരിച്ചില്ല. പകരം നമ്മൾ സ്വാഭിമാനത്തിൽ, ആത്മാഭിമാനത്തിൽ ഇരുന്ന് നമ്മളുടെ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് ആ സാഹചര്യത്തെ നേരിട്ടു. അപ്പോ ബാബ പറയുന്നു, അപ്പോ മറ്റുള്ളവർക്ക് നമ്മൾ തോറ്റു എന്ന് തോന്നിയാലും യഥാർത്ഥത്തിൽ അത് വിജയമാണ്. यह कमी होने कारण इस सब्जेक्ट में जितनी सफलता होनी चाहिए उतनी नहीं होती. പക്ഷേ കുട്ടികൾക്ക് ഈ ഒരു കുറവുണ്ട്, സഹനശക്തിയുടെയും ഉൾക്കൊള്ളാനുള്ള ശക്തിയുടെയും കുറവ് കാരണം ഈ വിഷയത്തിൽ, അതായത് പരിവാരവുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ സന്തുഷ്ടമായി ഇരിക്കണം, ആ വിഷയത്തിൽ എത്ര സഫലത ഉണ്ടാകണമോ അത്രയും ഉണ്ടാകുന്നില്ല. बुद्धि में नॉलेज होते हुए भी किस समय किस रूप से किसको नॉलेज व युक्ति से बात देनी है वो भी समझ होनी चाहिए. ബാബ പറയുന്നു, ബുദ്ധിയിൽ ജ്ഞാനം ഇത്രയുമുണ്ട്, ത്രിലോകങ്ങളുടെ ജ്ഞാനം, ത്രികാലങ്ങളുടെ ജ്ഞാനം എല്ലാം നമ്മുടെ ബുദ്ധിയിൽ ഉണ്ട്. എങ്കിലും ഏത് സമയത്ത് ഏത് തരത്തിൽ ആർക്ക് ജ്ഞാനം അല്ലെങ്കിൽ യുക്തിയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമോ ആ വിവേകം കുട്ടികൾക്ക് ഉണ്ടാകണം. അപ്പൊ ബാബ കുട്ടികളുടെ ആ ഒരു പ്രധാനപ്പെട്ട കുറവിനെ മനസ്സിലാക്കി തരികയാണ്. ബുദ്ധിയിൽ ജ്ഞാനമെല്ലാം ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കറക്ഷൻ കൊടുക്കുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോ യുക്തിയോടുകൂടി കാര്യങ്ങൾ, വിവേകത്തോടുകൂടി കാര്യങ്ങൾ കൊടുക്കണം എന്ന ബോധം കുട്ടികൾക്ക് ഉണ്ടാകണം. സമസ്തേ ഹേ മേനെ ഉൻകോ ശിക്ഷാ ദി. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, അവരങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോ അല്ലെങ്കിൽ തെറ്റായി പ്രതികരിച്ചപ്പോ ഞാൻ അവർക്ക് കറക്ഷൻ കൊടുത്തു എന്ന് ചിന്തിക്കുന്നുണ്ട്. ലേക്കിൻ സമയ നഹി ഹേ ഉൻകി സമർത്ഥി നഹി ഹേ തോ വഹ് ശിക്ഷ കാ കാം നഹി കർത്തി ഹേ. പക്ഷെ ബാബ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ കറക്ഷൻ കൊടുത്താലും, നിങ്ങൾ അങ്ങനെ തിരുത്താനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്താലും അത് യോജിച്ച സമയത്തല്ല കൊടുത്തതെങ്കിൽ, മാത്രമല്ല അവർ ഒരു ശക്തിശാലി സ്ഥിതിയിൽ ഇരിക്കുമ്പോഴല്ല നിങ്ങൾ കൊടുത്തതെങ്കിൽ, അവര് ദുർബലാവസ്ഥയിൽ ഇരിക്കുകയാണ്, ദുർബലാത്മാക്കളാണ് തെറ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ ദുർബലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാത്മാവിന് ദുർബലമായിട്ടുള്ള കർമ്മങ്ങൾ അവർ ചെയ്തതിനെ പ്രതി നമ്മൾ തിരുത്തൽ കൊടുക്കുമ്പോൾ, കറക്ഷൻ കൊടുക്കുമ്പോൾ
ബാബ പറയുകയാണ് ആ തിരുത്തൽ, ആ കറക്ഷൻ യഥാർത്ഥത്തിൽ കറക്ഷന്റെ ജോലി ചെയ്യത്തില്ല. അതായത് അത് യഥാർത്ഥത്തിൽ തിരുത്തലാകില്ല. അവർക്ക് തിരുത്താൻ കഴിയില്ല. കാരണം അവർ ദുർബലാവസ്ഥയിലിരിക്കുകയാണ്. അസ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു ആത്മാവിന് നമ്മൾ തിരുത്തൽ കൊടുക്കുമ്പോൾ അതൊരിക്കലും അതുപയോഗിച്ച് അവർക്ക് സ്വന്തം കർമ്മത്തെ തിരുത്താൻ സാധിക്കില്ല. ജൈസെ ധർത്തി ദേഖ്കർ और समय देखकर बीज बोया जाता है तो सफलता भी निकलती है. ബാബ പറയുന്നു, എക്സാമ്പിൾ പറയുകയാണ്, ഭൂമി കണ്ട് മണ്ണ് ഏത് തരത്തിലുള്ളതാണോ അതിനനുസരിച്ച് സമയം, അതായത് കാലം നോക്കി വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഫലതയും കിട്ടും. അപ്പോൾ വിത്ത് വിതയ്ക്കുമ്പോൾ ഫലം കിട്ടണമെങ്കിൽ മണ്ണും നന്നായിരിക്കണം, അതേപോലെ കാലാവസ്ഥയും നന്നായിരിക്കണം. समय न होगा व धरनी ठीक नहीं होगी तो फिर भले कितना भी बड़ी क्वालिटी का बीज हो लेकिन फिर वह फल नहीं निकलेगा. ബാബ പറയാണ്, കാലാവസ്ഥ അനുകൂലമല്ല, ഭൂമിയും മണ്ണും ശരിയല്ല, അങ്ങനെയുള്ള സ്ഥലത്ത് ആ സമയത്ത് എത്ര വലിയ ക്വാളിറ്റിയുള്ള വിത്ത് നമ്മൾ വിതച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കുകയില്ല. इसी रीति ज्ञान के पॉइंट व शिक्षा व युक्ति देने से तो धरनी और समय को देखना. നമ്മുടെ ബാബ പറയാണ്, ഈ തരത്തിൽ ഇപ്പോ കാലാവസ്ഥയും മണ്ണും നന്നല്ല എങ്കിൽ എത്ര ക്വാളിറ്റിയുള്ള വിത്ത് വിതച്ചാലും ഫലം ലഭിക്കാത്തതുപോലെ ഈ ജ്ഞാനത്തിന്റെ ഇത്രയും ശ്രേഷ്ഠമായ പോയിന്റുകൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് കറക്ഷൻ കൊടുക്കണമെങ്കിൽ, മറ്റുള്ളവരെ തിരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് യുക്തി നൽകണമെങ്കിൽ ബാബ പറയുകയാണ്, അവരുടെ മാനസികാവസ്ഥയും സമയവും കാലവും എല്ലാം നോക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് കറക്ഷൻ കൊടുക്കാൻ. ധർണി അർത്ഥാത് ഉസ് ആത്മാ കി സമർത്ഥി കോ ദേഖോ. അപ്പൊ മണ്ണ് നോക്കുക, ഭൂമി നോക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ആത്മാവിന് നമ്മൾ പറയുന്ന കാര്യത്തെ സ്വീകരിക്കുവാനുള്ള ശക്തി ഉണ്ടോ ഇല്ലയോ അത് നോക്കണം. അവർ സമയഭി ദേഖോ. പിന്നെ നമ്മൾ തിരുത്തൽ കൊടുക്കുന്ന സമയം നോക്കണം, സാഹചര്യം നോക്കണം. അപ്പോ ബാബ പറയണ അങ്ങനെ നോക്കൂ, തബ് ശിക്ഷാരൂപി ബീജ് ഫൽ ദേ സക്താ ഹേ. അങ്ങനെ ആളുകളുടെ മാനസികാവസ്ഥയും സാഹചര്യവും സമയവും എല്ലാം ശ്രദ്ധിച്ച് വിവേകത്തോടുകൂടി അവർക്ക് ജ്ഞാനത്തിന്റെ പോയിന്റുകൾ യുക്തിപൂർവം പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും സഫലമാകുക തന്നെ ചെയ്യും. അവർക്ക് അതനുസരിച്ച് സ്വയത്തിൽ തിരുത്തലുകൾ വരുത്താൻ സാധിക്കുകയും ചെയ്യും. സമച്ച ബാബ ചോദിക്കുന്ന കുട്ടികൾക്ക് ഇത് മനസ്സിലായോ? तो वर्तमान समय सर्वश्रेष्ठ आत्माओं को महावीरनियों को इसी विशेष पुरुषार्थ तरफ अटेंशन देना चाहिए. അതുകൊണ്ട് വർത്തമാന സമയത്ത് നിങ്ങൾ സർവശ്രേഷ്ഠ ആത്മാക്കൾക്കും, ബാബ കുട്ടികളെ അത്ര ശ്രേഷ്ഠമായിട്ട് പറയുകയാണ്, സർവശ്രേഷ്ഠ ആത്മാക്കൾക്കും, അതായത് മഹാവീരന്മാർക്കും മഹാവീരണിമാർക്കും ഈ വിശേഷ പുരുഷാർത്ഥത്തിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ടതുണ്ട്. യഹി മഹാവീരത ഹേ. ബാബ പറയുന്നു, നിങ്ങൾ കാണിക്കേണ്ട മഹാവീരത ഇതാണ്. സന്തുഷ്ടക്കോ സന്തുഷ്ട രഖ്ന മഹാവീരത നഹി. ബാബ പറയാണ്, നിങ്ങളോട് സന്തുഷ്ടത കാണിക്കുന്നവരോട് നിങ്ങളും സന്തുഷ്ടരായിരിക്കുന്നു, അത് മഹാവീരതയല്ല. സ്നേഹിക്കോ സ്നേഹദേന മഹാവീരത നഹി. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾ തിരിച്ച് സ്നേഹം നൽകുന്നു, ഇത് മഹാവീരതയല്ല. സഹയോഗി കെ സാത്ത് സഹയോഗി ബന്ന മഹാവീരത നഹി. നിങ്ങൾക്ക് സഹയോഗം നൽകുന്നവരോട് നിങ്ങളും സഹയോഗിയായി ഇരിക്കുക, അതും മഹാവീരത അല്ല. लेकिन जैसे अपकारियों पर भी उपकार करते हैं,
कोई कितना भी असहयोगी बने, अपने सहयोग की शक्ति से असहयोगी को सहयोगी बनाना, इसको മഹാവീരത कहा जाता है. അപ്പൊ മഹാവീരത എന്താണെന്ന് ബാബ പറയുകയാണ്. അതായത് അപകാരിക്കും ഉപകാരം ചെയ്യുന്നു. അപ്പൊ ബാബ ചെയ്യുന്നത് അപകാരിക്കും ഉപകാരം ചെയ്യുന്നു. അതുപോലെ ആര് എത്രത്തോളം നമ്മളോട് അസഹയോഗിയാണോ, അതായത് ആര് എത്രത്തോളം നമ്മളിൽ നിന്നും അകന്നു നിൽക്കുന്നുവോ, നമുക്ക് യാതൊരു സഹയോഗവും തരാത്തവരാണോ, അവർക്കും നമ്മുടെ സഹയോഗത്തിന്റെ ശക്തിയിലൂടെ, അങ്ങനെ അകന്നു നിൽക്കുന്നവരെയും നമ്മുടെ സഹയോഗത്തിന്റെ ശക്തിയിലൂടെ സഹയോഗിയാക്കി മാറ്റുക. അതായത് അസഹയോഗിയെ സഹയോഗിയാക്കി മാറ്റുക സ്വന്തം സഹയോഗത്തിന്റെ ശക്തിയിലൂടെ. അങ്ങനെയുള്ള കുട്ടികളെയാണ്, അങ്ങനെയുള്ളതിനെയാണ് മഹാവീരത എന്ന് പറയുന്നത്. ऐसे नहीं कि इस कारण से यह नहीं होता है, यह आगे नहीं बढ़ता है, तब यह नहीं होता है. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ അവരോട് സഹകരിക്കാതിരിക്കുന്നത്, ഇവർ പുരോഗമിക്കുന്നില്ല, ഇവരെത്ര പറഞ്ഞാലും ഇവരനുസരിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാത്തത്, സഹയോഗം കൊടുക്കാതിരിക്കുന്നത്. അപ്പൊ ബാബ പറയുന്നു, അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയരുത്, കാരണങ്ങൾ പറയരുത്. പകരം നിങ്ങൾ സഹയോഗിയായിട്ട് മാറുക. എത്രത്തോളം അകന്നു നിൽക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ സഹയോഗിയായിട്ട് മാറുക. അല്ലാതെ അവർ മനസ്സിലാക്കുന്നില്ല എന്നോ അവർ പുരോഗമിക്കുന്നില്ല എന്നോ ഒന്നും നിങ്ങൾ പരാതി പറയരുത്. വഹ് ബെഠേ ന ബെഠേ, അവർ പുരോഗമിക്കുകയോ പുരോഗമിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, അവർ സഹകരിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, ആപ്തോ ബെഡ് സക്തേ ഹോന, നിങ്ങൾക്ക് മുന്നോട്ട് ചെല്ലാമല്ലോ. അവർ മുന്നോട്ട് വരുന്നില്ലായിരിക്കാം നിങ്ങളോട് സഹകരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹയോഗം നൽകാൻ അവർ മുന്നോട്ട് വരുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാമല്ലോ, അവരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് ചെല്ലാമല്ലോ. ऐसे समझना चाहिए कि यह भी संबंध का स्नेह है. ബാബ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം, ഇതും സംബന്ധത്തിന്റെ സ്നേഹമാണ്. അതായത് നമ്മളോട് അകന്നിരിക്കുന്നവരോട് നമ്മൾ അടുക്കുക, നമ്മളിൽ നിന്നും ദൂരെ അകന്നു പോകുന്നവരോട് നമ്മൾ മുന്നോട്ട് ചെന്നിട്ട് അവർക്ക് സഹയോഗം നൽകുക. ഇത് നമ്മളുടെ സംബന്ധത്തിൽ നമ്മൾ കാണിക്കേണ്ട സ്നേഹമാണ്. कोई संबंधी अगर कोई बात में कमजोर होता है तो कमजोर को कमजोर समझ छोड़ देना मर्यादा नहीं कही जाती है. അപ്പൊ നമ്മുടെ ബന്ധുമിത്രാദികളിൽ ആരെങ്കിലും, നമ്മുടെ സംബന്ധികളിൽ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ദുർബലരാണെന്നിരിക്കട്ടെ, ഇപ്പൊ ധനപരമായിട്ട് ദുർബലരാണെന്നിരിക്കട്ടെ, അവര് ധനമില്ലാത്തവരാണ്, അതുകൊണ്ട് എന്നോട് സഹകരിക്കാനുള്ള സ്റ്റാറ്റസ് അവർക്കില്ല എന്ന് കരുതി അവരെ അകറ്റി നിർത്തുക, അവരോട് സഹകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദയല്ല. അപ്പൊ ബാബ പറയണു, സംബന്ധത്തിൽ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ദുർബലരാണെങ്കിൽ ദുർബലരെന്ന് ചിന്തിച്ച് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് മര്യാദയല്ല. ലൗകിക ലോകത്തിൽ പോലും അതിനെ ഒരു മര്യാദയായിട്ട് കണക്കാക്കുന്നില്ല. ഈശ്വരീയ മര്യാദ വഹി ഹേ ജോ കംസോർ കോ കംസോർ സമജ് ഛോഡ് ന ദേ. ബാബ പറയണു, ഈശ്വരീയ മര്യാദ ഇത് തന്നെയാണ്. അതായത് ദുർബലരെന്ന് ചിന്തിച്ച് ഉപേക്ഷിക്കാൻ പാടില്ല. അതാണ് ഈശ്വരീയ മര്യാദ. ഏതാത്മാവ് ഏത് കാര്യത്തിൽ ദുർബലരായിക്കോട്ടെ, ഗുണങ്ങളുടേതായിക്കോട്ടെ, ശക്തികളുടേതായിക്കോട്ടെ, ധനത്തിൻ്റെതായിക്കോട്ടെ, ഏത് ഖജനാവിൽ ദുർബലരായിക്കോട്ടെ, പക്ഷെ ഒരിക്കലും ഒരാത്മാവിനെയും അവർ ദുർബലരാണെന്ന് കരുതി ഉപേക്ഷിക്കരുത്. ഇത് തന്നെയാണ് ഈശ്വരീയ മര്യാദ. ലേക്കിൻ ഉസ്കോ ഭലേ ദേക്കർ ഭലേവാൻ ബനാവേ. ബാബ പറയുന്നു, അങ്ങനെ ഉപേക്ഷിക്കുന്നതിന് പകരം അവർക്കും നല്ലത് പറഞ്ഞുകൊടുത്ത്, അവർക്കും ശ്രേഷ്ഠമായിട്ടുള്ള വൈബ്രേഷൻ നൽകി അവരെയും ശ്രേഷ്ഠരാക്കി മാറ്റണം. എത്ര ദുർബലരായിക്കോട്ടെ, അവർക്കും ശ്രേഷ്ഠമായിട്ടുള്ള
വൈബ്രേഷൻസ് നൽകി ശ്രേഷ്ഠരാക്കി മാറ്റണം. और साथी बनाकर ऐसे कमजोर को हाई जंप देने योग्य बनावे. ബാബ പറയുന്നു, അവരെ നമ്മൾ നമ്മുടെ കൂട്ടുകാരനാക്കി മാറ്റി, അവരെ നമ്മുടെ സഹപ്രവർത്തകനാക്കി മാറ്റി. അങ്ങനെയുള്ള ദുർബലരായിട്ടുള്ള ആത്മാക്കളെ ഹൈ ജമ്പ് ചെയ്യുവാൻ യോഗ്യരാക്കി മാറ്റുക. തബ് കഹേംഗെ മഹാവീർ. അപ്പോൾ കുട്ടികളെ വിളിക്കും മഹാവീരൻ. ബാബ പറയുന്നു, പരിവാരത്തിൽ കാണിക്കേണ്ട മഹാവീരത ഇതാണ്. ദുർബലരായിട്ടുള്ള ആത്മാക്കളെ ദുർബലരെന്ന് കരുതി മാറ്റി നിർത്തുകയല്ല വേണ്ടത്, ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, അവരെയും ശ്രേഷ്ഠരാക്കി മാറ്റുക. അതായത് അവർക്കും ഒരു കുതിച്ചുചാട്ടം നടത്തുവാൻ തക്ക യോഗ്യത അല്ലെങ്കിൽ ശക്തി അവരിൽ നിറച്ചു കൊടുക്കുക. അതിനനുസൃതമായിട്ട് അവരോട് സഹയോഗം ചെയ്യുക, അവർക്ക് സഹയോഗം നൽകുക. ഇതാണ് മഹാവീരത. तो इस सब्जेक्ट के ऊपर अटेंशन रखने से फिर जो भी सर्विस के प्लान बनाते हो वह पॉइंट्स निकालते हो, वह सर्विस के प्लान्स रूपी जेवरों में एक हीरे चमक जाएंगे. ബാബ പറയാണ്, അതുകൊണ്ട് കുട്ടികൾ ഈ ഒരു സബ്ജക്റ്റിന്റെ മേൽ ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ, ഈ ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ പരിവാരത്തോടെ നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോൾ ദുർബലരായിട്ടുള്ള ആത്മാക്കളെയും ശക്തിശാലികളാക്കി മാറ്റുവാൻ നമ്മൾ സഹയോഗം കൊടുക്കുന്നത് ആ സബ്ജക്റ്റിൽ ശ്രദ്ധ വെക്കുന്നതിലൂടെ നമ്മൾ സേവയ്ക്ക് വേണ്ടി എന്തെല്ലാം, വിശ്വസേവനത്തിന് വേണ്ടി എന്തെല്ലാം പ്ലാൻസ് തയ്യാറാക്കുന്നുവോ, അതിനുവേണ്ടി വിശ്വസേവനത്തിന് വേണ്ടി എന്തെല്ലാം പോയിന്റുകൾ നമ്മൾ കണ്ടെത്തുന്നുവോ അവയെല്ലാം ഈ സർവീസിന്റെ പ്ലാൻസ്, അതായത് സേവയുടെ പ്ലാനുകൾ നമ്മുടെ ആഭരണങ്ങളാണെന്ന് കരുതും. ബാബ എക്സാമ്പിൾ പറയാണ്, സേവയ്ക്ക് വേണ്ടി നമ്മൾ ധാരാളം പോയിന്റുകൾ കണ്ടെത്തുന്നുണ്ട്, വിശ്വസേവയ്ക്ക് വേണ്ടി ധാരാളം പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അത് നമ്മുടെ ആഭരണങ്ങളാണെന്ന് കരുതുക, സ്വർണ്ണാഭരണങ്ങളാണെന്ന് കരുതുക. അപ്പൊ അങ്ങനെ ആഭരണങ്ങൾ ധരിക്കുമ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പരിവാരവുമായിട്ടുള്ള ആ സഹയോഗമുണ്ടല്ലോ, പരിവാരത്തിലെ ദുർബലാത്മാക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന സഹയോഗം, ആ സഹയോഗത്തിന്റെ സംസ്കാരം ബാബ പറയുന്നു ഒരു വജ്രമാണ്. അപ്പൊ കുട്ടികൾ വിശ്വസേവയ്ക്ക് വേണ്ടി എത്ര തന്നെ പ്ലാനുകൾ തയ്യാറാക്കുന്നുവോ ആ ആഭരണങ്ങൾ, പ്ലാനുകളാകുന്ന ആഭരണങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന വജ്രമാണ് കുട്ടികൾ ഈ ദുർബലാത്മാക്കൾക്ക് കൊടുക്കുന്ന സഹയോഗം എന്ന് പറയുന്നത്. സിർഫ് സോന ദൂർ സെ ഇത്തനി ആകർഷൺ നഹി കർത്ത. അപ്പൊ സ്വർണ്ണാഭരണം മാത്രമാണെങ്കിൽ ദൂരത്ത് നിന്ന് നോക്കിയാലും വലിയ ആകർഷണമൊന്നും ഉണ്ടാവുകയില്ല. അഗർ സോനേക്ക് അന്തർ ഹീര ഹോത്താ ഹെ തോ വഹ് ദൂർ സെ ഹി അപ്നി തരഫ് ആകർഷിത് കർത്താ ഹെ. അഥവാ ഈ സ്വർണ്ണാഭരണങ്ങൾക്ക് മേൽ അതിനോടൊപ്പം വജ്രം കൂടി ചേർത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വളരെ ദൂരത്ത് നിന്ന് തന്നെ എല്ലാവരിലേക്കും ആ ആഭരണം ആകർഷിക്കപ്പെടും. എല്ലാവർക്കും ആ ആഭരണത്തിലേക്കൊരു ആകർഷണം ഉണ്ടാകും, വജ്രം കൂടി ഉണ്ട് എങ്കിൽ. പ്ലാൻസ് ബനാത്തെ ഹോ ബഹുത്തോ ഭലേ ബനാവോ. ബാബ പറയുന്നു, നിങ്ങൾ വിശ്വസേവയ്ക്ക് വേണ്ടി ധാരാളം പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഓക്കെ, അതിനെയും തയ്യാറാക്കിക്കോളൂ. ലേക്കിൻ प्लान में एक जो हीरा है उसको हर एक अपने आप में लगाकर फिर प्लान को प्रैक्टिकल में करो. ബാബ പറയാണ്, അപ്പൊ പ്ലാനുകളൊക്കെ വിശ്വത്തെ പരിവർത്തനപ്പെടുത്താൻ, വിശ്വത്തിലെ സർവ്വ ആത്മാക്കളെയും ദേവതകളാക്കി മാറ്റുന്നതിന് വേണ്ടി കുട്ടികൾ ധാരാളം പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഓക്കെ, തയ്യാറാക്കിക്കോളും. പക്ഷെ ആ പ്ലാനുകളിലെല്ലാം ഈ വജ്രമുണ്ടല്ലോ, ഈ വജ്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ പരിവാരത്തിലെ, ഈശ്വരീയ പരിവാരത്തിലെ ദുർബലാത്മാക്കളെ ശക്തിശാലിയാക്കി മാറ്റുവാനുള്ള സഹയോഗം കൊടുക്കുക. ഇതാണ് വജ്രം. ആ വജ്രം കൂടി ഓരോരുത്തരും സ്വയത്തിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ സ്വന്തം ആഭരണത്തിൽ ഈ വജ്രം കൂടി ഉപയോഗിക്കും. വിശ്വസേവ മാത്രം ചെയ്താൽ പോരാ, സ്വന്തം പരിവാരത്തിലെ ആത്മാക്കളെ ശക്തിശാലിയാക്കി മാറ്റുന്നതിനുള്ള സഹയോഗം കൊടുത്തുകൊണ്ട് വിശ്വത്തിന്റെ സേവനം ചെയ്യൂ. അങ്ങനെ പ്ലാനുകളെ പ്രാക്ടിക്കലാക്കൂ.
तो फिर सारे विश्व में जो आवाज फैलाने चाहते हो उसमें സഫലത मिल सकेंगे. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നമ്മുടെ സ്വന്തം പരിവാരത്തിലെ, ഈശ്വരീയ പരിവാരത്തിലെ ദുർബലമായിട്ടുള്ള സംസ്കാരത്തിന് വശപ്പെട്ടു പോകുന്ന ആത്മാക്കളെ ശക്തിശാലികളാക്കി മാറ്റുവാനുള്ള സഹയോഗം കൊടുത്തുകൊണ്ട്, ആ മഹാവീരത കാണിച്ചുകൊണ്ട് വിശ്വസേവനത്തിന്റെ പ്ലാനുകൾ തയ്യാറാക്കിയാൽ, പ്രാക്ടിക്കലാക്കിയാൽ, ബാബ പറയാണ്, ഈ വിശ്വസേവനം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അവർ ഇങ്ങനെ ഒരു സഹയോഗം കൊടുത്തുകൊണ്ട് നിങ്ങൾ വിശ്വത്തിൽ ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സഫലത ലഭിക്കും. എപ്പോഴേ ഉള്ളൂ? സ്വന്തം പരിവാരത്തിലെ ദുർബലാത്മാക്കളെ ശക്തിശാലിയാക്കി മാറ്റുവാനുള്ള സഹയോഗം കൊടുത്തുകൊണ്ട് വിശ്വസേവ ചെയ്താൽ തീർച്ചയായിട്ടും ഈ വിശ്വത്തിൽ ബാബയുടെ പ്രത്യക്ഷതയുടെ ശബ്ദം ഉയരുക തന്നെ ചെയ്യും. ദൂർ ദൂർ കി ആത്മായേം ഇസ് ഹീരെ പർ ആകർഷിത് ഹോ ആയേഗി. അപ്പൊ ദൂരത്തിരിക്കുന്ന ആത്മാക്കൾ തീർച്ചയായിട്ടും നമ്മളുടെ സംസ്കാരത്തിലെ ഈ ശ്രേഷ്ഠത കണ്ട് ദുർബലാത്മാക്കളെയും ശക്തിശാലികളാക്കി മാറ്റുന്ന ആ പരിധിയില്ലാത്ത സ്നേഹത്തിന്റെ, സഹയോഗത്തിന്റെ ആ വജ്രത്തിൽ നിന്നും പോകുന്ന പ്രകാശത്തിൽ ആകർഷിക്കപ്പെട്ട് ദൂരെ ഇരിക്കുന്ന, അതായത് അകന്നിരിക്കുന്ന ആത്മാക്കൾ പോലും നമ്മുടെ അടുത്തേക്ക് വരും. അതിൽ കൂടി ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാവുക തന്നെ ചെയ്യും. അതേസമയം സ്വന്തം പരിവാരത്തിലെ ദുർബലാത്മാക്കളെ ശക്തിശാലിയാക്കി മാറ്റുവാനുള്ള സഹയോഗം കൊടുക്കാതെ സേവനം എത്രത്തോളം ഗംഭീരമായി ചെയ്താലും കിട്ടേണ്ട സഫലത കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ടും ഇത്രയും വലിയ സേവകൾ നടന്നിട്ടും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ബാബയുടെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഇത്രയും സേവകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ ഒരു കുറവ് ഇവിടെ അവശേഷിക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ബാബയുടെ പ്രത്യക്ഷത നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരിക്കലും നടക്കുകയില്ല എന്ന് ബാബ പ്രത്യേകം പറയുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു വിശേഷ പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്. നമ്മുടെ പരിവാരത്തിലെ ദുർബലരായിട്ടുള്ള ആത്മാക്കളെ ശക്തിശാലിയാക്കി മാറ്റുന്നതിന് വേണ്ട സഹയോഗം കൊടുക്കുക. അതായത് സ്വന്തം സഹനശക്തിയുടെയും സ്വന്തം ഉൾക്കൊള്ളാനുള്ള ശക്തിയുടെയും ആധാരത്തിലൂടെ നമ്മൾ അവർക്ക് സഹയോഗം കൊടുത്താൽ തീർച്ചയായിട്ടും ദുർബലാത്മാക്കൾ ശക്തിശാലികളായിട്ട് മാറുന്നതിനനുസരിച്ച് ബാബ പറയാറുണ്ടല്ലോ, ഹോപ്പ്ലെസ് കേസുകളെ പ്രതി നമുക്ക് ഹോപ്പ് ഉണ്ടാകുന്ന തരത്തിൽ ഒരു മാറ്റം അവരിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് മഹാവീരത. ആ ഒരു സേവനം ചെയ്തുകൊണ്ട് വിശ്വസേവനം ചെയ്യുമ്പോൾ ബാബയുടെ പ്രത്യക്ഷത സ്വാഭാവികമായിട്ടും നടക്കും. സമച്ച ബാബ ചോദിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലായില്ലേ? അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട പുരുഷാർത്ഥം. നമ്മൾ വളരെയധികം അവഗണിച്ച ഒരു കാര്യമാണ്. പക്ഷെ ഈ സമയത്ത് ഈ ഒരു പുരുഷാർത്ഥത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള സേവനം സഫലമാകുകയുള്ളൂ. അതാണ് ബാബ ഉച്ചരിച്ച മഹാവാക്യങ്ങൾ. ഓം ശാന്തി.